സർവശക്തനിൽ സമർപ്പിച്ചുള്ള നിസ്കാരത്തിലാണ്. സുജൂദിലേക്ക് പോയി ഉക്കുബത്ത് ഒട്ടകത്തിന്റെ കുടൽമാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലേക്ക് വലിച്ചിട്ടു. എന്തൊരു ഭാരം! തല അനക്കാൻ പറ്റുന്നില്ല, എടുത്തു മാറ്റാനും കഴിയുന്നില്ല. ആരെങ്കിലും സഹായിച്ചാലേ പറ്റുകയുള്ളൂ. പൊട്ടിച്ചിരിയാണ് കേൾക്കുന്നത്. അബൂജഹലും കൂട്ടരും ആർത്ത് ചിരിക്കുന്നു. ഉക്കുബത്തിന് ഒരു സാഹസികന്റെ ഭാവം. ആരും വന്നില്ലല്ലോ, എന്തു ചെയ്യും? ദുർഗന്ധം സഹിക്കാനാവുന്നില്ല. കുടലിൽ നിന്നുള്ള നീര് ശരീരത്തിൽ പടരുന്നു, സഹിക്കാനാവുന്നില്ല. എന്തൊരു പരീക്ഷണം എന്റെ റബ്ബേ! ആരോ കുടലിൽ പിടിച്ചു വലിക്കുന്നുണ്ട്, നീങ്ങുന്നില്ല. 2 കൊച്ചു കൈകൾ ശരീരത്തിൽ സ്പർശിക്കുന്നു. ഫാത്തിമ മോളുടെ കൈകളാണോ? ഈ ഭാരം കൂടിയ കുടൽ വലിച്ചു നീക്കാൻ ഈ കൊച്ചു കൈകൾക്കാവുമോ? കുടൽ മെല്ലെ നീങ്ങുന്നു, ശരീരത്തിലൂടെ അത് വഴുതി വീണു. ഉപ്പാ, എന്റെ ഉപ്പാ! മോൾ ഉറക്കെ നിലവിളിക്കുകയാണ്. ഉപ്പായെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ ഈ ക്രൂരത കാണിച്ചല്ലോ. ഫാത്തിമ മോൾ ഖുറൈശികളുടെ നേരെ കൈ ചൂണ്ടി വിളിച്ചു പറഞ്ഞു. മോൾ അവരെ ശപിച്ചു, ശകാരിച്ചു. മോൾ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു ഉപ്പയുടെ ശരീരം കഴുകി വൃത്തിയാക്കി. അപ്പോഴെല്ലാം തേങ്ങിക്കരയുകയായിരുന്നു, കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ക്രൂരന്മാരുടെ പൊട്ടിച്ചിരി തുടരുകയാണ്. ഉപ്പായുടെ മനസ്സിളകിപ്പോയിരിക്കുന്നു. സഹിക്കാനാവാത്ത ക്രൂരതയായിപ്പോയി. നിസ്കാരശേഷം അവർക്കെതിരെ പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, ഈ ക്രൂരന്മാരുടെ കാര്യം ഞാൻ നിന്നിലേൽപ്പിക്കുന്നു. اللهم عليك بي شيبة بن ربيعة اللهم عليك بي أبي جهل اللهم عليك بي عقبة بن أبي معيط اللهم عليك بي ഉമയ്യത്ത് ബിൻ ഖലഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയാണ് കേട്ടത്. ഖുറൈശി പ്രമുഖർ ഈ ദുആ കേട്ട് നടുങ്ങിപ്പോയി. അവരുടെ ചിരിയടങ്ങി, മനസ്സിൽ ഭയം നിറഞ്ഞു. ഇവിടെ പേരെടുത്തു പറഞ്ഞ എല്ലാവരും ബദർ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. മോൾ ഉപ്പായുടെ കൈപിടിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഫാത്തിമ മോളുടെ പ്രവൃത്തി ഉമ്മയെയും ഈ താത്തമാരെയും അത്ഭുതപ്പെടുത്തി. വലിയ ക്രൂരതകൾ വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയായി അവർ ഈ സംഭവം കണ്ടു. പലരും ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വളരെ രഹസ്യമായാണ്. ഖുറൈശികൾ മർദ്ദനവും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധനികനായ കച്ചവടക്കാരനാണ്, സുന്ദരനായ ചെറുപ്പക്കാരൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞാണ് ഇസ്ലാം മതത്തെ കുറിച്ചറിഞ്ഞത്. രണ്ടുപേരും ഉപ്പായെ കാണാൻ വന്നു സംസാരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ ക്രൂരമായി മർദ്ദിച്ചു. രാവും പകലും പീഡനം. എങ്ങനെയോ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് എപ്പോഴോ മോൾ ഒരു സംസാരം കേട്ടു, വിവാഹത്തെ കുറിച്ചുള്ള സംസാരം. നന്നായി ശ്രദ്ധിച്ചു. ഇത്താത്തയെ കെട്ടിക്കാൻ പോകുന്നു, റുഖയ്യ ഇത്താത്തയെ. കൊള്ളാമല്ലോ, ആരാണാവോ പുതിയ പിള? അതൊന്നറിയണമല്ലോ, ഉമ്മയോട് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സുന്ദരിയായ ഇത്താത്തക്ക് സുന്ദരൻ പുതിയ പിള, നല്ല ചേർച്ച. രണ്ടുപേരും കൂടി ഒന്നിച്ചു നിന്നാൽ അത് കാണേണ്ട കാഴ്ച തന്നെ. വീട്ടിൽ അടക്കി പിടിച്ച സംസാരം. ഖുറൈശികൾ ഈ വിവാഹം ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് വിവാഹം വളരെ ലളിതമായി മതി, അധികമാരും അറിയേണ്ട. ചുറ്റുപാട് വളരെ മോശം. വിവാഹം നടന്നു. വിവരം പുറത്തായി. ഖുറൈശികൾ ക്ഷുഭിതരായി. വധൂവരന്മാരുടെ ജീവനു നേരെ വെല്ലുവിളി. എന്തും സംഭവിക്കാം. ദുഃഖം തളം കെട്ടിയ മുഖം, കണ്ണുകൾ നിറയുന്നു. മോൾക്ക് സഹിക്കാനായില്ല. മോളുടെ കണ്ണുകളും നിറഞ്ഞു. മോൾ ഉമ്മയെ കെട്ടിപ്പുണർന്നു. ഉമ്മ എന്തിനാണ് കരയുന്നത്? മോളെ, മോളുടെ ഇത്താത്ത പോവുകയാണ്. എങ്ങോട്ട്? കടലിനക്കരെ നാട്ടിലേക്ക്. എന്തിനാണുമ്മ പോകുന്നത്? ശത്രുക്കളല്ലേ ചുറ്റും, അവരെന്തും ചെയ്യും. ഇത് കേട്ടാൽ പിന്നെ മോൾക്ക് വിശപ്പില്ല, ഉറക്കമില്ല, ഒരേ ചിന്ത. റുഖയ്യ ഇത്താത്തയും ഭർത്താവും നാട് വിട്ടു പോകുന്നു. ആരും അറിയാതെ പോവണം, ഇരുട്ടത്ത് പോകണം. ഖുറൈശികൾ അറിഞ്ഞാൽ ഓർക്കാൻ വയ്യ. നേരെ മുമ്പിൽ ഇത്താത്ത. റുഖയ്യ ഇത്താത്ത. മോൾ ദയനീയമായി വിളിച്ചു, പൊന്നുമോളെ. സഹോദരിമാർ കെട്ടിപ്പിടിച്ച് കരയുന്നു. കവിളോട് ചേർന്നു. കണ്ണീർ കൂടിക്കലർന്നു, പിന്നെ വേർപെട്ടു. ഉപ്പയും ഉമ്മയും കണ്ണീരൊഴുക്കുന്നു. ഉമ്മു കുൽസൂമിന്റെ കണ്ണീരിൽ മുങ്ങിയ മുഖം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റുഖയ്യ ഇത്താത്തയുടെ കൈപിടിച്ച് ഇരുട്ട് വീണ വഴിയിലേക്ക് ഇറങ്ങി. അവർ നടന്നു. 2 രൂപങ്ങൾ അകന്നകന്നു പോയി. അവർ ഇരുട്ടത്ത് അപ്രത്യക്ഷമായി. മോളുടെ മനസ്സിളകി മറിഞ്ഞു. കണ്ണീരും നെടുവീർപ്പും. ദുഃഖം നിറഞ്ഞ ദിവസങ്ങൾ. വീട്ടിലാകെ മൂകത തളം കെട്ടി നിൽക്കുകയാണ്. ഇസ്ലാം മതം സ്വീകരിച്ച അടിമകൾ ഓടിക്കയറി വരും, നിലവിളിച്ചു കൊണ്ടുവരും. മേലാകെ അടികൊണ്ട പാടുകൾ, മുറിവുകൾ, നീറ്റൽ. സൃഷ്ടാവായ അള്ളാഹുവിങ്കിൽ വിശ്വസിച്ചു. മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിച്ചു. അതിന് കിട്ടിയ ശിക്ഷ കടുകടുപ്പം തന്നെയാണ്. ഉമ്മ അവരെ ആശ്വസിപ്പിക്കുന്നു. മരുന്ന് വെച്ച് മുറിവ് കെട്ടിക്കൊടുക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഉമ്മയെ കാണുമ്പോൾ തന്നെ അവർക്ക് ആശ്വാസം. ഇസ്ലാം മതം സ്വീകരിച്ച അടിമകൾക്കെല്ലാം അവർ ഉമ്മ തന്നെ. ഏറെ അകലെയല്ല ഉമ്മുൽ ഫളിലിന്റെ വീട്. ആ വീടും സത്യവിശ്വാസം സ്വീകരിച്ച അടിമകളുടെ അഭയ കേന്ദ്രമാകുന്നു.
കരഞ്ഞുകൊണ്ട് ഓടി കിതച്ചു വരുന്ന അടിമകളുടെ മുഖത്തേക്ക് ഫാത്തിമ മോൾ അമ്പരപ്പോടെ നോൽക്കുന്നു. എന്തൊരു കാഴ്ച! ഉമ്മ ഇടയ്ക്കിടെ അവരുടെ ഇത്താത്തയെക്കുറിച്ചും പറയും, കണ്ണീരൊഴുക്കും. ഒരു ദിവസം ഉമ്മ ഉപ്പയോട് പറയുന്നത് കേട്ടു, അബസീനായിൽ നിന്ന് കപ്പൽ വരുന്ന ദിവസമാണ്. അവിടെ നിന്ന് വരുന്ന ആരോടെങ്കിലും ഉസ്മാനെ കണ്ടിരുന്നോ എന്നൊന്ന് ചോദിക്കൂ. ഉപ്പ വീട്ടിൽ നിന്നിറങ്ങി കപ്പലിറങ്ങി വരുന്ന ആരെങ്കിലും വഴിയിലുണ്ടോ എന്ന് നോക്കാൻ കുറേ ദൂരം സഞ്ചരിച്ചു. മക്കയിലേക്ക് വരുന്ന ചില സഞ്ചാരികളെ കണ്ടു. അവരോടും സംസാരിച്ചു. ഉസ്മാനും ഭാര്യയും സുഖമായി ജീവിക്കുന്നു എന്ന വിവരം കിട്ടി. പിന്നെയൊട്ടും താമസിച്ചില്ല, വീട്ടിലേക്ക് ധൃതി പിടിച്ചു നടന്നു സന്തോഷവാർത്ത ഭാര്യയെയും മക്കളെയും അറിയിക്കാൻ. ഇനി മറ്റൊരു സംഭവം പറയാം. ബഹിഷ്കരണം. മക്ക പട്ടണത്തിൽ നിന്നുള്ള ബഹിഷ്കരണം. ആരും കണ്ടാൽ മിണ്ടില്ല, കണ്ട ഭാവമില്ല, ഒരു സാധനം തരില്ല, കൊടുത്താൽ വാങ്ങില്ല. എവിടെയും വെറുപ്പിന്റെയും അവജ്ഞയുടെയും നോട്ടം. മക്കയിൽ ഒറ്റപ്പെട്ടുപോയി ഉപ്പായും ഉമ്മായും അടുത്ത ബന്ധുക്കളും. അവർക്കാണ് ഈ അനുഭവം. കയ്യിൽ പണമുണ്ടായിട്ടും കാര്യമില്ല, ആരും ഒന്നും തരില്ല, പച്ചവെള്ളം പോലും. ബഹിഷ്കരിച്ചവരുടെ മുഖം കാണേണ്ട, ജനക്കൂട്ടത്തിൽ നിന്ന് അകന്ന് താമസിക്കാം. ഇതിനേക്കാൾ ഭേദം അതാണ്. മലഞ്ചെരുവിലേക്ക് മാറി താമസിച്ചു. താൽക്കാലിക തമ്പുകളിൽ കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കൾ തീർന്നപ്പോൾ പട്ടിണിയായി. മലഞ്ചെരുവിൽ പട്ടിണിയാണെന്ന് പട്ടണത്തിലുള്ള ചിലർ അറിഞ്ഞു. അവർ ഭക്ഷണവുമായി പുറപ്പെട്ടു. അവരെ ഖുറൈശികൾ വഴിയിൽ തടഞ്ഞു. ചിലർ രാത്രിയിൽ രഹസ്യമായി വന്നു ഭക്ഷണ പൊതികൾ നൽകി. ഫാത്തിമ മോൾ എല്ലാം അനുഭവിക്കുകയാണ്. എന്തൊരു പരീക്ഷണം! എന്നാണിത് അവസാനിക്കുക? മോൾക്കറിയില്ല. മോളുടെ മുഖം വാടി. ഉമ്മ ബാപ്പമാർക്ക് വെപ്രാളമായ ഉമ്മു കുൽസും ഇത്താത്തയും ക്ഷീണിച്ചു. മാസങ്ങൾ കടന്നുപോയി. ഉമ്മായും ക്ഷീണിച്ചു. അബൂ ത്വാലിബ് വല്ലിപ്പായുടെ തണലിൽ കഴിഞ്ഞുകൂടുന്നു. ദാഹിച്ചും വിശന്നും മനുഷ്യരെല്ലാം വലഞ്ഞു. ശരീരം മെലിഞ്ഞു. മിക്ക ദിവസവും പട്ടിണി. മലഞ്ചെരുവിൽ വളരുന്ന ചില ചെടികളുടെ ഇലകൾ വരെ ഭക്ഷിച്ചു. കത്തിപ്പടരുന്ന വെയിലിൽ വല്ലാത്ത ചൂട്. ഉമ്മ ക്ഷീണിച്ചു, അവശയായി. രോഗം ബാധിച്ചു. നടക്കാൻ പോലും പ്രയാസം. കൊല്ലങ്ങൾ കടന്നുപോയി. കുറേ നല്ല മനുഷ്യർ മക്കയിൽ ശബ്ദമുയർത്തി, ഒരു കൂട്ടം മനുഷ്യരെ മലഞ്ചെരുവിൽ പട്ടിണിക്ക് കൊല്ലുകയോ? ആ ചോദ്യം പലരെയും തൊട്ടുണർത്തി. അതൊരു ചലനമായി മാറി. അങ്ങനെ ബഹിഷ്കരണം അവസാനിച്ചു. മോൾ ഉമ്മയുടെ കൈപിടിച്ച്, ഉമ്മ എഴുന്നേൽക്കൂ, നമുക്ക് പോകാം, വീട്ടിലേക്ക് പോകാം. വർഷങ്ങളുടെ കഠിനമായ ത്യാഗം ഫാത്തിമ മോൾക്ക് നല്ല കരുത്തു നൽകിയിട്ടുണ്ട്. മലഞ്ചെരുവിൽ നിന്നവർ പുറപ്പെടുന്നു. പട്ടിണിക്കോലങ്ങൾ വീട്ടിലെത്തി. അഴുക്കും പൊടിയും നിറഞ്ഞ വീട് അടിച്ചുവാരി തുടച്ചു വൃത്തിയാക്കി. ഉമ്മ കിടന്നു, പറ്റേ അവശയായിട്ടുണ്ട്. മരുന്ന് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. പഴയ കൂട്ടുകാരികളൊക്കെ കാണാൻ വരുന്നു, കണ്ടു മടങ്ങുന്നു. സംസാരശേഷി കുറഞ്ഞിരിക്കുന്നു. വളരെ പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നു. മക്കയിലെ ധനികയായ കച്ചവടക്കാരിയായിരുന്നു പ്രിയപ്പെട്ട ഉമ്മ. ധനമെല്ലാം ദാനം ചെയ്തു. ബഹിഷ്കരണ കാലത്ത് കച്ചവടം നിലച്ചു. ഇന്ന് ദാരിദ്ര്യത്തിന്റെ അവസ്ഥ. ഉപ്പായുടെ മുഖത്ത് ദുഃഖം. ഖദീജ തന്റെ അഭയകേന്ദ്രം ഇതാ തളർന്നു വീണ് കിടക്കുന്നു. എല്ലാം ദീനിനു വേണ്ടി ത്യജിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന് താങ്ങും തണലുമായി നിന്നു. ഇന്നിതാ ശക്തിയേറ്റ് കിടക്കുന്നു. മരണത്തിന്റെ കാലൊച്ച, മരണത്തിന്റെ കാർമേഘം താഴ്ന്നു വരുന്നു. ഫാത്തിമ മോളും ഉമ്മു കുൽസും ഇത്താത്തയും ഉപ്പായും മറ്റു ബന്ധുക്കളും ഉത്കണ്ഠയോടെ നിൽക്കുന്നു. മെല്ലെ കണ്ണുകൾ അടയുന്നു, ശ്വാസം നിലയ്ക്കുന്നു. ഖദീജ ബിവി റളിയല്ലാഹു അൻഹു വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫാത്തിമ മോൾ ദുഃഖം കടിച്ചമർത്തി നോക്കി കഴിയുന്നില്ല. കണ്ണുനീരിന് നിയന്ത്രണമില്ല. അത് ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുന്നു. നിയന്ത്രണങ്ങൾ തകർന്നുപോയി. മോളുടെ ശബ്ദം പൊങ്ങി, എൻ്റെ ഉമ്മ. ആരൊക്കെയോ മോളെ കെട്ടിപ്പിടിച്ചു കട്ടിലിൽ കൊണ്ടുപോയിരുത്തി. കണ്ണീർ തുടച്ചു കൊടുത്തു. മോൾ തളർന്നു കിടന്നുപോയി. ജനങ്ങൾ ഒഴുകിക്കൂടി. അന്ത്യയാത്ര പറയാൻ, സ്ത്രീകൾ ഒരു നോക്കു കാണാൻ. തിക്കി തിരക്കി മരണാനന്തര കർമ്മങ്ങൾ ഓരോന്നായി നിർവഹിക്കപ്പെട്ടു. മയ്യത്ത് കട്ടിൽ വന്നു. ഖദീജ റളിയല്ലാഹു അൻഹായുടെ ഭൗതിക ശരീരം അതിലെടുത്തു വെച്ചു. എല്ലാം പൂർത്തിയായി. ഇനി യാത്ര, അന്ത്യയാത്ര. മയ്യത്ത് കട്ടിൽ നീങ്ങിപ്പോയി. കൂടെ ജനക്കൂട്ടവും. ജനാസ കബറിലേക്ക് ഇറക്കി. കബർ മൂടി. മീസാൻ കല്ലുകൾ. ഖദീജ റളിയല്ലാഹു അൻഹ മണ്ണിലേക്ക് മടങ്ങി. ഇനിയും അവർ ജീവിക്കും. ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകൾ ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹായും അനുസ്മരിക്കപ്പെടും. ഫാത്തിമ മോൾ ചുറ്റും നോക്കി. ഉമ്മയില്ലാത്ത വീട്. ആ സ്നേഹസ്പർശം ഇനിയില്ല. ഇനിയുള്ള ജീവിതയാത്രയിൽ ഉമ്മായുടെ കൂട്ടില്ല. ഉപ്പാക്ക് ഇനിയാര് കൂട്ട്? ഇനി ഞാൻ, ഈ മോള് തന്നെ ഉപ്പായുടെ കൂട്ട്.